ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഡ്ഡലി, ദോശ, അതേപോലെ ചോറ് എന്നിവയുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി റെസിപ്പിയാണ്. ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല. ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതിന് വേണ്ടി ഇവിടെ കാശ്മീരി മുളകുണ്ടല്ലോ, ഞാനിവിടെ 6 എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയമായിട്ട് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10-20ഓളം കാഷ്യൂനട്ട്, അത് രണ്ടും നന്നായിട്ട് കുതിർന്ന് വരണം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്, അതായത് പേസ്റ്റാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. 2 തക്കാളി ഞാനിവിടെ ഇതിൻ്റെ അകത്തുള്ള സീഡ്സ് എല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ അകത്തുള്ള സീഡ്സ് കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം, മനസ്സിലായല്ലോ. ഇനി അരച്ച ഈ പേസ്റ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതേപോലെ 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും മൂപ്പിച്ചെടുത്തു. പിന്നെ 1 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. ആദ്യം കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷം മാത്രം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും അതേപോലെ തന്നെ സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് എത്രത്തോളം വഴന്ന് വരുന്നുവോ അത്രത്തോളം ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊരു മൂത്ത മണം വരണം, അതുവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ വേറൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ഈ മസാലയെല്ലാം നന്നായിട്ട് വഴന്നെടുക്കണം. കണ്ടല്ലോ, ദാ ഇവിടെ സവാളയെല്ലാം ലൈറ്റായിട്ട് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതും ചെറിയ തീയാക്കിയതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ച് ഇതിൽ നിന്നും എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ടല്ലോ, ആ പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, നന്നായിട്ട് തക്കാളിയെല്ലാം മൂത്ത് സൈഡിൽ നിന്നെല്ലാം എണ്ണ ഇങ്ങനെ വിട്ട് വരണം, ആ രീതിയിൽ വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്ന സമയം ആകുമ്പോൾ ഇതിൻ്റെ കളർ നല്ല പോലെ ഡാർക്കാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ തീ കൂട്ടിക്കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇതാ സൈഡിൽ നിന്നെല്ലാം നല്ല പോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ചമ്മന്തി നന്നായിട്ട് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം മസാല എല്ലാം പകുതിയായി വന്നിട്ടുണ്ട്. ഈയൊരു പരുവം ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. അത് തക്കാളി അരച്ചെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് പുളി ചേർത്തിട്ടില്ല, കുറേ പുളി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ പുളി ഇഷ്ടപ്പെടുന്ന എല്ലാവരും പുളി ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിചാരം. ഇഷ്ടമായെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈപ്പ്, അതും കൂടി എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.